87ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് കടക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. PQ ഈസ് ടാൻജന്റ് അറ്റ് C. PQ എന്ന വര സിയിലൂടെയുള്ള തൊടുവരയാണ്, ടാൻജൻ്റാണ്. BD ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. PQ എന്ന് പറയുന്നത് ഒരു തൊടുവര അല്ലെങ്കിൽ ടാൻജൻ്റാണ്. ഇതൊരു ടാൻജൻ്റാണ് സിയിലൂടെയുള്ള. BD ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ആൻഡ് DAC എന്ന് പറഞ്ഞാൽ സർക്കിൾ. DCP ഈസ് 40 ഡിഗ്രി. DCP ഇവിടെയാണ് 40 ഡിഗ്രി വരുന്നത്. DCP ഈസ് 40 ഡിഗ്രി. ആൻഡ് ABD ഈസ് 60 ഡിഗ്രി. ABD ഈസ് 60 ഡിഗ്രി. ഇവിടെ 60 ഡിഗ്രിയാണ്. ABD ഈസ് 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ചിത്രത്തിലേക്ക് നോക്കി നമുക്ക് ഉത്തരം എഴുതാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് DBC? DBC ഈ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. ആംഗിൾ DBC എത്രയാണ്? വളരെ സൂക്ഷിച്ച് നോക്കുക. CD ഈസ് എ കോഡ്. CD ഈസ് എ കോഡ്. ഓക്കെ. PQ ഈസ് ടാൻജന്റ് അറ്റ് C. ഓക്കെ. Therefore, angle PCD is equal to angle DBC according to the concept we discussed earlier. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ എന്നുള്ള ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഇത് രണ്ട് ഈക്വലാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ആംഗിൾ DBC ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി തന്നെ. ഇവിടുത്തെ ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്ന 40 ഡിഗ്രി എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് 40 ഡിഗ്രി തന്നെയാണ്. ദിസ് ഈസ് 40 ഡിഗ്രി. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെഷർ ഓഫ് BCQ? BCQ ഈ ആംഗിൾ എത്രയാണെന്നാണ്. ഈ ആംഗിൾ എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയുക. ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ. സിൻസ് BD is the diameter, BD is the diameter, angle BCD is equal to 90 degree. Angle in the semicircle. Angle in the semicircle. Angle in the semicircle. 90 degree. ഇതിങ്ങനെ നമുക്ക് കൃത്യമായിട്ട് 90 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ D ഇൻ ട്രയാങ്കിൾ BDC ഈസ് 90. ഓക്കെ. ഈ രണ്ട് ആംഗിൾസിൻ്റെ സം 90 ഡിഗ്രിയാണ്. അതായത് ഇങ്ങനെ പറയാം, ട്രയാങ്കിൾ DBC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. Therefore, angle BDC is equal to 90 minus 40, that is 50 degree. ഇവിടുത്തെ ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇത് 50 ആണെങ്കിൽ ഇഫ് ദിസ് ആംഗിൾ ഈസ് 50, ഇത് 50 ആണ്. Therefore, this angle will be 50 degree.
നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്ന ബി പാർട്ട്, സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞ ആംഗിൾ ബി സി ക്യു ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് എഴുതാം. ആൻഡ് സി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി ഡി സി? ബി ഡി സി അത് 50 ആണെന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ. നമുക്കത് രണ്ടും ചേർത്ത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 50, ഇതിങ്ങനെ, അത് കറക്റ്റായിട്ട് കിട്ടി നമുക്കത്. ബി ഡി സി. അതിനുശേഷം ഡി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി ബി? എ ഡി ബി ഇതെത്രയാണെന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, അത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ആംഗിൾ എത്രയാണെന്നാണ് കിട്ടേണ്ടത്. അതുപോലെ ഈ ആംഗിൾ ഇത് 90 ആണെന്ന് നമുക്കറിയാമല്ലോ. ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ സപ്പോസ് ദാറ്റ് ഈസ് എക്സ്. ആംഗിളിന് വെറുതെ എക്സ് എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് 50 പ്ലസ് 60 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാമല്ലോ. എ ബി സി ഡി സൈക്ലിക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ സം ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ എഴുതാം. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, സിൻസ് എ ബി സി ഡി ഈസ് സൈക്ലിക്, ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇത് ചേർന്ന 100 ആണ്. 100 പ്ലസ് എക്സ് പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180. therefore എക്സ് പ്ലസ് 50, ഇവിടെ ഇത് രണ്ടും കൂടി ചേർത്താൽ 150 ആവും. 150 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 150 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180. therefore എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി എന്ന് പറയും. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി ബി? അത് 30 ഡിഗ്രി എന്ന് പറയാം. ഇതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിൽ ഈ കാണുന്നതാണ് അതിൻ്റെ ചിത്രം. ടാൻജൻറ്റ് ഫ്രം ആൻ ഔട്ടർ പോയിന്റ് ടി ടു ദ സർക്കിൾ ഈസ് എ ടി. ഇതാണ് ടാൻജൻറ്റ്. ടി എ എന്ന് പറയുന്നതാണ് ടാൻജൻറ്റ്. ഇവിടെ പറയുന്നുണ്ട് ബി ആൻഡ് സി ആർ ദ പോയിന്റ്സ് ബി ഡി സി ഡി ബി ടി. ഇതെല്ലാം ഒറ്റ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എ ഡി ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഈ ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. പിന്നെ സി എ ഡി ഈസ് 40. എ സി ഡി ഇതാണ് 40. ഇവിടെ ഒരു കറക്ഷൻ ഉള്ളത്, ആംഗിൾ എ സി ഡി ഈസ് 40 ഡിഗ്രി എന്നാക്കുക. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എ സി ഡി ഈസ് 40 ഡിഗ്രി. നിങ്ങളുടെ PDF ഫയലിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എ സി ഡി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്കാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എ, വാട്ട് ഈസ് ദ മെഷർ ഓഫ്, ഇവിടെ നോക്കാം, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി ബി? വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി ബി? ഇപ്പോൾ ഈ ആംഗിള് എ സി ഡി ആണ് ഇവിടെ വരുന്നത്. ആംഗിൾ എ സി ഡി, ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി ബി? എ ഡി ബി ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, എ ഡി ബി എന്നുള്ള ആംഗിൾ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി എ ടി? ബി എ ടി ഈ ആംഗിൾ. ഇത് മൂന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആംഗിൾ സി എ ബി, അതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്, അത് 70 ഡിഗ്രിയാണ്. എ ഡി ഈസ് ദ ബൈസെക്ടർ. Therefore, angle CAD
is 35 degree. Angle BAD is equal to 35 degree. ഇത് രണ്ടും 35 വീതമാണ്. These two angles are 35. ഇത് 35 ആണ്, ഇതും 35 ആണ്. ഓക്കെ ഓക്കെ, ഇത് 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ADB ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ADB ഇസ് ഈക്വൽ ടു ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മായിരിക്കും ഈ ആംഗിൾ. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണല്ലോ അത്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിൻ്റെ സം മറുവശത്തുള്ള ഔട്ടർ ആംഗിളിന് ഈക്വലാണ് എന്നുള്ള പ്രിൻസിപ്പിൾ, എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അപ്പോൾ ആംഗിൾ ADB ഈസ് ഈക്വൽ ടു 40 പ്ലസ് 35, ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടുക, ഈ ഭാഗം കണ്ടുപിടിക്കുക. 180 മൈനസ് 75 ഇസ് ദിസ് വൺ, എന്നിട്ട് 180യിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 75 എന്ന് കിട്ടും. അങ്ങനെയും നമുക്ക് കിട്ടും ആംഗിൾ. രണ്ടാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് BAT? BAT ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. ഈ ആംഗിൾ ഈ 40ക്ക് ഈക്വലാണ്. ആംഗിൾ BAT ഈസ് ഈക്വൽ ടു ആംഗിൾ BCA, ദാറ്റ് ഈസ് 40 ഡിഗ്രി. നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ സൈഡ് ഓഫ് ദ കോഡ്. ഈ ആംഗിളും ഈ ടാൻജൻറ്റും ഈ കോഡും തമ്മിലുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. അപ്പോൾ ദീസ് ടു ആർ ഈക്വൽ 40 ഡിഗ്രി. ആൻഡ് സി വാട്ട് ഈസ് ദ മെഷർ ഓഫ് BAT എത്രയാണെന്നാണ് 40. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾസ് DATയുടെ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ DAT അത് നമുക്ക് കാണാം. ഇതിൽ ആംഗിൾ A എന്നത് ഈ 30 പ്ലസ് 40 അതായത് 35 പ്ലസ് 40 ദാറ്റ് ഈസ് 75 ഡിഗ്രി. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ മൊത്തത്തിലെ ആംഗിളാണ്. ആൻഡ് ആംഗിൾ D ഈസ് ഈക്വൽ ടു അത് 75 ആണെന്ന് കണ്ടു കഴിഞ്ഞു. ആൻഡ് ആംഗിൾ T ഈസ് ഈക്വൽ ടു, ഓക്കെ, അത് രണ്ടും 75 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 180 മൈനസ് ഈ രണ്ട് 75കളും കൂട്ടിക്കഴിഞ്ഞാൽ 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഒന്ന് ആലോചിക്കാം. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ചിത്രം നോക്കുക. AB ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അത് വ്യക്തമായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ആസ് O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ പറയുകയാണ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. PA ഈസ് എ ടാൻജൻറ്റ്. ദ ലൈൻ AB cut the circle at C. CQ is a tangent at C. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. O is the center of the circle. അത് പ്രത്യേകം ഇവിടെ പറയുന്നില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. O is the center of the circle. Center of the circle. Center of the circle. ഓക്കെ, എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. If AC is drawn, AC നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, if the line AC is drawn, if line AC is drawn, AC എന്ന ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ, AC എന്ന ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ, if the line AC is drawn, okay,
വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ സി ബി? എ സി ബിയുടെ മെഷർ എന്താണ്? അപ്പോൾ വ്യക്തമായിട്ട് പറയാം. എ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 degree. ACB is equal to 90 degree because AB is the diameter and angle ACB is the angle in the semicircle. Reason? Angle in the semicircle. അതാണ് അതിന് കാരണം ആയിട്ട് പറയുന്നത്. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ഇത് 90 ഡിഗ്രിയാണ്, വ്യക്തം. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ് കാരണം ഇത് എ ബി ഡയമീറ്ററാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇഫ് എ സി ക്യൂ ഈ ആംഗിളാണ്. ഇഫ് എ സി ക്യൂ ഇസ് ദിസ് ആംഗിൾ ഇസ് എക്സ്, then what are the acute angles of ABC? ഈ എ ബി സിയുടെ അക്യൂട്ട് ആംഗിൾസ് എത്രയാണെന്ന്. വാട്ട് ആർ ദ അക്യൂട്ട് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി? ഈ ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇത് എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ഇതും എക്സ് തന്നെയാണെന്ന്. ഈ കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിള് എതിർവശത്തെ ആംഗിളിന് തുല്യമാണ്. ഇതുണ്ടോ? ഈ ഒരു കോഡ് കാണുക. ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിള് ഈ കോഡിൻ്റെ രണ്ടറ്റത്തുനിന്നും ബാക്കിയുള്ള ഭാഗത്തേക്ക് വരച്ചിരിക്കുന്ന, ഇതാണ് അതിൻ്റെ കോംപ്ലിമെൻ്റ്, അല്ലെങ്കിൽ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ വരച്ചിരിക്കുന്ന ആംഗിൾ തുല്യമാണ്. അപ്പോൾ ദിസ് ഈസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. ഓക്കെ, ഇത് 90 ആയി, ഇത് എക്സ് ആയി. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾസ് എക്സ് 90 മൈനസ് എക്സ് ആൻഡ് ദിസ് ഈസ് 90 എന്ന് എഴുതാം. ഈസ് എ ക്യൂ ആൻഡ് ക്യു സി ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ടാമത്തേൻ്റെ ഉത്തരം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെ എഴുതാമല്ലോ. സിൻസ് ആംഗിൾ എ സി ക്യു ഇസ് ഈക്വൽ ടു എക്സ്, ആംഗിൾ എ ബി സി BC is equal to x itself. Angle BAC is equal to 90 minus x. കാരണം ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എക്സ്, ഒരു ആംഗിൾ 90, തേർഡ് ആംഗിൾ ഇസ് 90 മൈനസ് എക്സ്. അങ്ങനെ വന്നു. സി ഈസ് എ ക്യു ഇസ് ഈക്വൽ ടു ക്യു സി. എ ക്യു ആൻഡ് ക്യു സി ഈക്വൽ ആണ്. യെസ്, എ ക്യു അല്ലെങ്കിൽ ക്യു എ ഇസ് ഈക്വൽ ടു ക്യു സി എന്ന് നമുക്ക് എഴുതാം. ക്യു എ ഇസ് ഈക്വൽ ടു ക്യു സി എന്ന് എഴുതാം. കാരണം ടാൻജൻസ് ഫ്രം ഔട്ടർ പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ അത് ഈക്വലാണ്. പ്രൂവ് ദാറ്റ് CQ bisect AP. ഓക്കെ, CQ bisect AP എന്ന് തെളിയിക്കുക. CQ bisect AP ഇതാണ് തെളിയിക്കേണ്ടത്. ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് ആംഗിൾ ഈസ്, അതിൻ്റെ ഒന്ന് ചിന്തിക്കാം. D. CQ bisect AP. AB is perpendicular to AP. Tangent and diameter അല്ലെങ്കിൽ radius are equal. Therefore angle QAC is equal to x തന്നെ. കാരണം ഇത് മൊത്തത്തിൽ 90 ആണ്. This is 90 minus x. This is x. Okay.
Therefore, in triangle AQC, two angles are equal. Two angles are equal. Therefore, opposite sides are equal. Opposite sides are equal. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം എന്ത് QA is equal to QC. QAയും QCയും ഈക്വലാണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, QA ആൻഡ് QC ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ട് നീളങ്ങളും ഈക്വലാണെന്ന് നമുക്കറിയാം. ഈ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് QA ആൻഡ് QC ആർ ഈക്വൽ. ഇനി ഈ നീളവും എങ്ങനെയാണ് ഈക്വൽ ആകുന്നതെന്ന് നോക്കാം. ഓക്കെ, അതൊന്ന് ചിന്തിച്ച് നോക്കുക. കണ്ടോ, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഇത് എക്സ്, ഇത് 90. Therefore, this angle is 90 minus x. ഈ റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ, ഈ റൈറ്റ് ട്രയാങ്കിൾ ദിസ് ആംഗിൾ ഇസ് 90 മൈനസ് എക്സ്. ഓക്കെ, ഇത് 90 മൈനസ് എക്സ് ആണ്, ഇത് 90 ആണ്. കണ്ടോ, ഇത് എക്സ് ആണ്. ഈ ചിന്തകളിലൊക്കെ നിന്നുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും ഈക്വലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഈസ് ഈ ആംഗിൾ കണ്ടോ, ഇത് 90 ആണല്ലോ. കണ്ടോ, ദിസ് ഈസ് 90. ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ 90 ആണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത്. ഓക്കെ, ഒന്നുകൂടി വ്യക്തമാക്കാം. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആകരുത്. ഇത് 90 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും 90 ആണ്. ഇത് എക്സ്, ഇത് രണ്ടും ഈക്വൽ ടു എക്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് 90 മൈനസ് എക്സ് ആണ്, ഇതും 90 മൈനസ് എക്സ് ആണ് എന്ന് കിട്ടി. ഇത് 90 മൈനസ് എക്സ് ആകാൻ കാരണം ഈ വലിയ ട്രയാങ്കിൾ എടുത്തു കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിളും ഈക്വലാണ്. അതായത് QP is equal to QC എന്ന് പറയും. അപ്പോൾ QP is equal to QP is equal to QP is equal to QC എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ QA ആൻഡ് QP ആർ ഈക്വൽ എന്ന് എഴുതി അവസാനിപ്പിക്കാം. QA ആൻഡ് QP ആർ ഈക്വൽ. അത് വളരെ 2-3 പ്രാവശ്യം ഒന്ന് ഈ വീഡിയോയിലൂടെ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിൽ രണ്ട് സർക്കിളിൽ കോമൺ ആയിട്ടുള്ളൊരു ടാൻജൻറ്റ്, അത് പിയിലും സിയിലും കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കും. തെളിയിക്കേണ്ടത് ആംഗിൾ APB പ്ലസ് ആംഗിൾ ACB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ APB ആംഗിൾ ACB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ജോയിൻ PC എന്ന വര ഇങ്ങനെ വരക്കുക. PC എന്ന വര വരക്കുക. ഓക്കെ, ഇതുപോലൊരു വര വരക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് അവിടെ കാണാൻ പറ്റും. യെസ്, ട്രയാങ്കിൾ APC and triangle BPC. We can see two triangles. ഏതൊക്കെ?
ട്രയാങ്കിൾ APC ആൻഡ് ട്രയാങ്കിൾ BPC, ഈ രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇതിൽ ആംഗിൾസ് എടുക്കാം നമുക്കിനി. ഓക്കെ, ഇതിൻ്റെ ആംഗിൾസ് ഒന്ന് എടുത്ത് നോക്കാം. ഇഫ് ദിസ് ആംഗിൾ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഈസ് എക്സ്, ദിസ് ആംഗിൾ വിൽ ബി എക്സ്. ഈഫ്, ഓരോ സ്റ്റെപ്പ് എഴുതാം നമുക്ക്. ഈഫ് ആംഗിൾ ABP is equal to x, then angle BCP is also x. ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിള്, ഈ കോഡ് ഈ റൈറ്റ് സൈഡിലെ സർക്കിളിലെ കോഡാണ് PB, അതിലുള്ള ആംഗിളാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും പറയാം. ഈഫ് ആംഗിൾ BAP is equal to y, then ആംഗിൾ, കണ്ടോ, ഈ ആംഗിൾ y ആണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഇസ് y, ഇഫ് ദിസ് ആംഗിൾ ഇസ് y, ആംഗിൾ ACP is equal to y എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് y, ഇവിടുത്തെ ഈ ആംഗിൾ y എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ദർഫോർ ആംഗിൾ ACB is equal to x plus y. ഇതൊരു ഇക്വേഷൻ. ആംഗിൾ APB, ആംഗിൾ APB is equal to, ഇത് x, ഇത് y. Therefore, angle APB is equal to 180 minus x plus y. ഇത് നമുക്ക് ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി നോക്കാം. Therefore, angle ACB plus angle APB is equal to APB and ACB is equal to 180 minus x plus y plus x plus y. ഇത് രണ്ട് ക്യാൻസൽ ചെയ്യുന്നു, 180 ഡിഗ്രി കിട്ടുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ആംഗിൾ ACB പ്ലസ് ആംഗിൾ APB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ വർക്ക്ഷീറ്റിൽ പരാമർശിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക.